ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. 1000-ഓളം സർക്കാർ ഉദ്യോഗസ്ഥരെ LDFും CPMും പരിശീലിപ്പിക്കുകയാണ്. കൂടുതലും CPMകാരെ സർവീസ് സംഘടനകളിൽപ്പെട്ടവരാണ് പരിശീലിപ്പിക്കുന്നത്. അവർ AK സെൻറ്ററിൽ വെച്ച് അവർക്ക് പരിശീലനം ഉണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. അത് രഹസ്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല, പരസ്യമായ കാര്യമാണ്. അവരുടെ പ്രധാന ജോലി സർക്കാരിൻ്റെ ഫയലുകൾ, CMൻ്റെ ഓഫീസിൽ നിന്നായിരിക്കും അത് മോണിറ്റർ ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഫയലുകൾ വളരെ കൃത്യമായി പെൻഡിങ് കിടക്കുന്ന ഫയലുകളെല്ലാം ശരിയാക്കുക. അപ്പോൾ സർവീസ് സംഘടനകളായിട്ട് ബന്ധിപ്പിച്ചല്ല ഇത് ചെയ്യുന്നത്. അവർക്ക് മുകളിലായിരിക്കും അവരുടെ അധികാരവും മറ്റു കാര്യങ്ങളൊക്കെ. അധികാരമൊന്നും അധികം കൊടുക്കുന്നില്ല, പക്ഷേ അധികാരം കൊടുക്കുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങൾ അവർ വഴിയാണ് ചെയ്യുന്നത്. എന്തായാലും 1000 പേരെ അങ്ങനെ പരിശീലിപ്പിച്ചിരിക്കുന്നു. ബാക്കി ഇനിയും പരിശീലനങ്ങൾ നടക്കും. അവർ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടായിരിക്കും കൂടുതൽ പ്രവർത്തിക്കുക. എല്ലാ വകുപ്പുകളിലെയും ജനപ്രിയമായിട്ടുള്ള പദ്ധതികൾ എന്തെങ്കിലുമൊക്കെ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഫയലുകൾ വിളിച്ച് അതിനാവശ്യമായ തീർപ്പുകൾ തയ്യാറാക്കി ക്ഷേമ പെൻഷനുകൾ, ജനകീയ കാര്യങ്ങൾ, ജനകീയമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതിനുള്ളൊരു പരിഹാരം തേടാനുള്ള ഒരു സേനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1000 പേരുടെ സേന. 10000 പേരുടെ ഒരു പ്രൊഫഷണൽ സേന നേരത്തെ ഉണ്ടാക്കി. അത് പഞ്ചായത്തുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. 10000 പേരുടെ ഒരു സേനയുണ്ട്. അത് അതിൻ്റെ പണി നടത്തുന്നു. ഇവരുടെ പണി ചെയ്യും. അപ്പോൾ എല്ലാം കൂടി ഒരു 11000 പേരുടെ സേന സംസ്ഥാനത്ത് പ്രവർത്തിക്കും. ലക്ഷ്യം മറ്റൊന്നുമല്ല, 3ാം ഭരണമാണ് വീണ്ടും ഭരണത്തിലേക്ക് കൊണ്ടുവരിക. പിണറായി വിജയൻ 3ാമത് വീണ്ടും മുഖ്യമന്ത്രിയാവുക, അല്ലെങ്കിൽ അദ്ദേഹം മാറിയിട്ട് മറ്റൊരാളാവുക. എന്തായാലും 3ാം ഭരണമാണ് ഇടതുപക്ഷ മുന്നണി ലക്ഷ്യമിടുന്നത്. അതിനാവശ്യമായ എല്ലാ തന്ത്രങ്ങളും താഴെത്തട്ടിൽ നടപ്പിലാക്കുന്നു. അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കൂടി ഇതിനകത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എതിർപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് ശമ്പള പരിഷ്കരണവും DAയും അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷനും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ വീണ്ടും സർക്കാരിൻ്റെ PR വർക്കൊക്കെ ചെയ്യണോ എന്നൊരു ചർച്ചയുണ്ട്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. സർക്കാരിൻ്റെ സർവീസ് സംഘടനകൾ വളരെ ശക്തമായ സംഘടനകളുണ്ട്. പാർട്ടികൾ പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്ന സർവീസ് സംഘടനകളുണ്ട്. അവർ അത് ചെയ്യും. നടക്കട്ടെ. 1000 പേരുടെ സേന വരുന്നു. ജനങ്ങൾക്ക് ഗുണമുണ്ടാകുമെങ്കിൽ അത് നമുക്ക് സ്വാഗതം ചെയ്യാം.